ഹായ് ഡിയേഴ്സ്, ഞങ്ങളിന്ന് നേരത്തെ തന്നെ മംഗലാപുരത്തേക്ക് പോവുകയാണ്. 3:30 മണിയായിട്ടേ ഉള്ളൂ. നമുക്ക് 4:10 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്തി പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പു, ഉണ്ണിമോള്, അപ്പുവിൻ്റെ അനിയൻ കുഞ്ചൻ, 2 അമ്മമാരും നമ്മുടെ അമ്പാടിയും കൂടിയിട്ടാണ് നമ്മളിന്ന് യാത്ര പുറപ്പെടുന്നത്. നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ആകെ മാറിയിട്ടുണ്ട്. പഴയ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തവർക്കായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സമയം കുറച്ച് വൈകി, പക്ഷെ ഇവരെ കാണുന്നില്ല. ആ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ വിളിച്ചപ്പോൾ അതാ ഇറങ്ങിയിട്ടുണ്ട്, വരാനായി എത്താനായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കാമെന്ന് കരുതി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരും കൂടെ എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കുഞ്ഞമ്പാടി ഉറക്കൊക്കെ എണീറ്റിട്ട് ആൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ TTRനെ കണ്ടു. TTRനെ കണ്ടപ്പോൾ ആളുടെ കൂടെ പോകാനിട്ടുള്ളതാണിത്. അപ്പോൾ ആൾ ചാറ്റയൊക്കെ കൊടുത്തപ്പോൾ അവന് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ അമ്പാടിക്കണ്ണൻ്റെ ആദ്യ ട്രെയിൻ യാത്രയും ലോങ് ട്രിപ്പുമാണ്. നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പു അവിടെ ഇരുന്നിട്ട് യോയോ കാണിക്കുന്നുണ്ട്. നമുക്ക് കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പോകുമ്പോഴല്ലല്ലോ, അവൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെ എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയാണ്ട് അവനെങ്ങനെ ആയിരിക്കും, വാശി പിടിക്കുകയോ കരച്ചിലുണ്ടാവുമോ, പിന്നെ നമ്മൾ മാറി നിൽക്കുകയല്ലേ 2 ദിവസം, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഉണ്ണിമോള് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാവും നമുക്ക് അറിയില്ലല്ലോ, എന്തൊക്കെ നമുക്ക് എടുക്കേണ്ട കരുതലുകൾ നമുക്ക് ഭയങ്കര കൂടുതലല്ലേ. അങ്ങനെ ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ കരച്ചിലൊക്കെ. എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര പോകാമെന്ന് പറയുമ്പോൾ അതൊരു രസം തന്നെയാണ്. എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയും ചളിയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അതിന് വേറൊരു രസം തന്നെയല്ലേ. കാരണം ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു, കുറച്ച് പേര് ഉറങ്ങി. അങ്ങനെ നമ്മുടെ കുഞ്ഞമ്പാടി കുറച്ച് വാശി പിടിച്ചിട്ട് പിന്നെ ഉറക്കത്തിലായിട്ടോ. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വികൃതി അടിക്കണല്ലേ, അവൻ്റെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ വികൃതി അടിച്ചുകൊണ്ടിരിക്കും ഉറങ്ങുമ്പോൾ. നമ്മൾ മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. 10 മണിയായി ഏകദേശം നമ്മൾ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിലൂടെ. അപ്പോൾ ഉണ്ണിമോളവിടെ യോയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അപ്പുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അവൻ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ കൈരളി ഹോട്ടലിൽ. അവിടെയാണ് നമ്മുടെ കേരള ഫുഡ് കിട്ടുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ പോയാലും രാവിലെ നേരത്തൊക്കെ ഞാൻ ഉഴുന്നുവടയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതിന് അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലെത്തി റെസ്റ്റ് ചെയ്ത് കുറച്ച് സമയം. എന്നിട്ട് ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തി. നമ്മൾ തലേ ദിവസം നമ്മൾ പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അമ്പാടി 2 അമ്മമാരും കൂടിയിട്ട് വീട്ടിൽ നിന്നു. ഞങ്ങൾ 5 പേരാണ് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇതാണ് നമ്മുടെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ പാഴ്സൽ ഓഫീസിൻ്റെ അടുത്ത് എത്താനായി. അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറേ കുട്ടകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഈ കൊട്ടയിലൊക്കെ എന്താണ് ഇരിക്കുന്നത് അറിയോ? മീനുകളും ഞണ്ടുകളൊക്കെ കേട്ടോ. ഈ 2 കൊട്ടയിലും ഞണ്ടുകളായിരുന്നു. നമുക്കതൊരു കൗതുക കാഴ്ചയായിരുന്നു. മീനിൻ്റെ മണമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊന്നും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്താണെന്നറിയില്ല, ബാക്കിയുള്ളവർക്ക് അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് കുറച്ചൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ധേറ്റിട്ട് വരുമ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അതൊരു കോമഡിയായി. ബർത്ത്ഡേ കൂടെ ആയ കാരണം ഉണ്ണിമോള് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതാണിത്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പിന്നീട്ട് ഇടാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അമ്മമാർക്കുള്ള ഫുഡ് നമുക്കെന്നാ വാങ്ങിയിട്ട് പോവാലോ എന്ന് കരുതി ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് പോയി. അപ്പോൾ അവൻ്റെ കോമഡി ഓരോന്നാണ് ആ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി പനമ്പൂർ ബീച്ചിലേക്കാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകാണ്ടായിരുന്നു. പെട്ടെന്നൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാലോ, ഒരു വീട് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടാവില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടാണ് ഞങ്ങൾ ഈ ബീച്ചിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ പോകാൻ കരുതി. അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മുടെ ബസ് കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ബോർഡ് അവരുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ബസ്സിൻ്റെ നമ്പറാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ 45-ാമത്തെ ബസ്സാണ് നമ്മുടെ പനമ്പൂർ ബീച്ചിലേക്ക് പോകുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു അറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 അമ്മമാരും കുട്ടിയും കൂടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി അമ്മ വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ലാസ്റ്റ് സീറ്റിലിരുന്നതിൻ്റെ ടെൻഷനാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ കുത്തി കുലുങ്ങുമെന്നുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഒരു ഞായറാഴ്ച മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഭയങ്കര തിരക്കായിരുന്നു മാർക്കറ്റിലൊക്കെ ഞായറാഴ്ച. വെറൈറ്റി വിപണനങ്ങളായിരുന്നു നമ്മുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് പോകാനുണ്ടായിരുന്നു.
നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് നേരം വൈകിയ കാരണം തിരിച്ചു വരുമ്പോൾ നടക്കാമെന്ന് കരുതി. അവിടെ എത്തുമ്പോൾ നേരം വൈകണ്ടല്ലോ എന്ന് കരുതി നമ്മളെല്ലാവരും കൂടി ഓട്ടോയിൽ പോയി. മുന്നത്തെ വണ്ടിയിൽ അമ്മയും അപ്പവും കുഞ്ചനും കുട്ടിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ പനമ്പൂർ ബീച്ച്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ബീച്ചാണ് കേട്ടോ, ഒന്നും പറയാനില്ല നമുക്ക്. അത്രയും തിരക്കും ഉണ്ടായിരുന്നു. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുരക്ഷിതവും ജനപ്രിയവും അതിന് പുറമെ കൂടുതൽ സന്ദർശകരും ഉള്ള ഒരു ബീച്ചാണ്. അത്രയും വൃത്തിയുണ്ട് കേട്ടോ. ബീച്ചിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ 2 സൈഡിലും കടകളുണ്ട് കേട്ടോ. നിറയെ സ്റ്റാളുകളുണ്ട്. ഫുഡ്, തുണിത്തരങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ആകർഷിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പലതരം റൈഡുകളാണ് ഇവിടെ കാണാൻ നമുക്ക് കിട്ടായിരുന്നത് കേട്ടോ. സൂര്യാസ്തമയം കാണാൻ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് പേര് പട്ടം പറത്തുന്നു. കുറേ കുട്ടികൾ ഇങ്ങനെ റൈഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ കൂടി ഒരു ബഹളമയാണ്. മണൽത്തരികളൊക്കെ കഥ പറയാനുണ്ടെന്ന പോലെ തന്നെ നല്ലൊരു വൃത്തിയുള്ള മണൽ, വേറെ ചളികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലത്തെ നല്ല വൃത്തിയാണ് അവിടെ. കണ്ടു നിൽക്കാൻ തന്നെ നമുക്ക് ഭയങ്കര കൗതുകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ. ഞാൻ കുഞ്ഞു ബേബീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പരൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ബേബിക്ക് ഭയങ്കര കൗതുകം. ആളുകളേനെ എല്ലാം കാണുമ്പോൾ എന്തൊക്കെയാണാവോ ഇതെന്നുള്ള ആ ഒരു കൗതുകമില്ലേ, അതാണ് കേട്ടോ. ഇരുട്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുതിരയോട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ പോകണം കേട്ടോ, അവളാ ചിരി. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സാധനം കണ്ടത്, വാട്ടർ റോളർ റൈഡ്. അങ്ങനെ തന്നെ അല്ല അതിന് പറയുക, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര കൗതുകമായി. ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ യൂട്യൂബ് വീഡിയോസിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തന്നെ തോന്നിട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു. അപ്പോൾ തന്നെ യോയോ ബേബി വന്നു. ഇവൻ ഒരു യോയോ ബേബിയാണ്. വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് യോയോ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവർ രണ്ടുപേരും എങ്ങടോ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. കുതിരപ്പുറത്തേക്കാണ്. ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ കുതിരയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ മുന്നേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും. ഈ ഒരു നടത്തം വേറെ ഒന്നുമല്ല, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ നടന്നിട്ട് നമ്മൾ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയൊക്കെ അടുത്തെത്തി. 3 ഒട്ടകങ്ങളാണ് ഉണ്ടായിരുന്നത്, 2 കുതിരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒട്ടക സവാരി കുറേ കണ്ട് നിന്നു, കുതിര സവാരിയും കണ്ടു നിന്നു. അപ്പോൾ ഏട്ടൻ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറ്റുന്നത് ഇന്നായിരുന്നു, ഞാനാണ് കയറുന്ന ആൾ. അപ്പോൾ ഞാൻ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറണോ കയറണ്ടെന്നുള്ള ആ ഒരു സംശയത്തിൽ നിൽക്കായിരുന്നു. അപ്പോൾ കണ്ടില്ലേ 2 കൂടെ നിൽക്കണത്. അങ്ങനെ ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഇത് മുന്നിൽ കൂടെ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അമ്മ ഒരു ഭാഗത്തിരുന്ന അപ്പോൾ ഒട്ടകം അത് കൂടെ വരുന്നതാണ് പ്രശ്നം. എന്നിട്ട് അവിടെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് അയ്യോ ഇത് കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കണതൊക്കെ അല്ല, പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ പേടിയും തോന്നും. അമ്പാടിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ അതിനെങ്ങനെ കൗതുകത്തോടെ നോക്കുമായിരുന്നു. ഇത് നമ്മുടെ ചെറിയ കുട്ടിയുടെ ഒരു കളിപ്പാട്ടാണ് കേട്ടോ, അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമനും കുട്ടിയും കടൽ കണ്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഈ ലൈറ്റുകളും പിള്ളേരും ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കൗതുകം. ഇത് എന്താ ഏതാണെന്നും മനസ്സിലാവുന്നില്ല. അവൻ വലുതാവുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ പോരണ സമയത്ത് ഞാനും കയറി ഒന്ന് കുതിരപ്പുറത്ത്. ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കുതിര എങ്ങാനും ഓടുമോ അല്ലെങ്കിൽ അതെന്നെ തൊഴിക്കുമോ അങ്ങനെയൊക്കെ ഒരു പേടി. അപ്പോൾ ഇവരെല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞാനും അങ്ങോട്ട് കയറി ആ ഒരു ധൈര്യത്തിൽ. തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ട് എന്നുള്ള ഇവിടെ കണ്ടത്. അപ്പോൾ ഏട്ടന് ആഗ്രഹം ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 4 പേരും കൂടിയിട്ട്, അപ്പൂൻ്റെ അമ്മയും അപ്പവും കുഞ്ചനും ഏട്ടനും കൂടിയിട്ട് അതിനുള്ള പുറപ്പാടാണ്. പക്ഷെ സമ്മാനമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനമൊക്കെ കിട്ടിയിരുന്നില്ല. ഇത് അതൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെയും ഷൂട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇപ്പോൾ തകർത്ത് എറിയുമെന്നാണ് വിചാരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ കാണികളായി നിൽക്കുമ്പോൾ ഇവർ നല്ല മികച്ചതായി വരുമല്ലോ എന്ന് കരുതി. പക്ഷെ അതൊക്കെ ശ്രമം വെറുതെ. നടക്കാനുള്ള ദൂരമുള്ളേ കരുതി ഞങ്ങൾ ഓട്ടോ ഒന്നും വിളിക്കാണ്ട് നടന്നു. ഒരുപാട് നടന്ന് എല്ലാവരുടെയും ഊപ്പാട് ഇളകിയെന്ന് പറയില്ലേ, അങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നെത്തിയത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. അവിടെ ഉണ്ണിമോൾ കണ്ടിട്ടുണ്ടായില്ല, അപ്പോൾ നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ പണികൾ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്റ്റാളുകളൊക്കെ വന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത്. അവിടെ ഗാനമേള നടക്കുമായിരുന്നു. ചെറിയ രീതിക്ക് കേട്ടോ, വലിയ രീതിക്കുള്ളതൊന്നുമല്ല, ചെറിയ തോതിലൊരു ഗാനമേള നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ ഒന്ന് കണ്ടിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അതൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ
തിരിച്ചു വരികയാണ്. രാത്രി ആയപ്പോൾ കുഞ്ഞു ബേബി ഉറങ്ങുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ കൂടെ മുറ്റത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ അവിടെ അപ്പു ഇരിക്കുന്നുണ്ടായി ഇരുട്ടത്ത്, അത് കാണുമെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ പിറ്റേ ദിവസമായപ്പോൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 അമ്മമാരുണ്ട്, അവർ പിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ മാർക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരികയാണ് ഞങ്ങൾക്ക്. കണ്ടില്ലേ, അവർ 2 പേരും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് അവിടുത്തെ ഫിഷ് മാർക്കറ്റിലേക്കായിരുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ ഫിഷ് മാർക്കറ്റ്. നമുക്ക് അവിടെ ഇങ്ങനെ മീൻ വാങ്ങിക്കുക, എന്നിട്ട് അവിടെ നിന്ന് തന്നെ നേരാക്കി തരാനും കുറച്ച് പേരിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മൾ മലയാളികളായതുകൊണ്ട് അവരോട് നമ്മൾ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ മലയാളത്തിൽ ഭാഷ സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അധികം അമ്മമ്മമാരാണ് കേട്ടോ ഈ മീൻ വിൽക്കാനുള്ളത്. അവിടെ നേരാക്കി തരാനും അങ്ങനെ തന്നെ അമ്മമ്മമാരുണ്ട്, പുരുഷന്മാരുണ്ട് ഇടയിൽ, എന്നാലും കൂടുതലും നമ്മുടെ വയസ്സായ അമ്മമ്മമാരാണുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് ഉണ്ണിമോൾക്ക് സ്ട്രോബെറി വാങ്ങിക്കണം പറഞ്ഞിട്ട് നിന്നിരിക്കുകയാണ്. അങ്ങനെ സ്ട്രോബെറി വാങ്ങണം അവിടെ നിന്നിട്ട്. പിന്നെ നമ്മൾ മെയിൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ മീൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണക്കമീൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാട്ടർ ടാങ്ക് കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഒരു 5-6 മാസം മുന്നേ വരുമ്പോൾ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏകദേശം പണിയൊക്കെ കഴിയാനായി. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്ന് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫോണിൻ്റെ കവറ്, ഹെഡ്സെറ്റ്, അങ്ങനത്തെ ഗ്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത്, 50-100 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ. പിന്നെ ചെരുപ്പുകൾ, വാച്ചുകൾ, ബാഗുകൾ, അങ്ങനെ എല്ലാവിധ ഐറ്റംസുമാണ് നമുക്ക് ഇനി അങ്ങോട്ട് കാണാനുള്ളത്. തുണിത്തരങ്ങൾ വേറെ. നമ്മുടെ ഇവിടത്തേക്കാളും ചൂടും വെയിലും ഉണ്ട് കേട്ടോ അവിടെ. എന്നാലും ഞങ്ങൾ വെയിലൊന്നും വകവയ്ക്കാതെ തന്നെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാനായിരുന്നു. നമ്മുടെ ചെരുപ്പ് പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നടക്കുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് ചെരുപ്പൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി, ചിലതൊക്കെ വാങ്ങി. ഇതാണ് നമ്മുടെ മംഗലാപുരം പാപ്പകൾ. ഞാൻ പാപ്പ എന്നാണ് പറയുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇലകളുടെ വെറൈറ്റിയാണ്. ചീരകളൊക്കെ പലതരം ചീരകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ മല്ലിച്ചെപ്പ്, കറിവേപ്പില, അങ്ങനെ കുറേ പഴങ്ങളുടെ വെറൈറ്റി, കിടക്കകൾ, ഇതേപോലെ കുറേ ഉണ്ട്. ഇത് ബീൻസ് ആണെന്ന് തോന്നുന്നു. എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. രാത്രിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ലൂഡോ കളിക്കുകയാണ് എല്ലാവരും. എന്നിട്ട് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയ നമ്മുടെ അമ്മയും ലൂഡോ കളിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ലൂഡോ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവൻ കരയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷൊർണൂരെത്തി. എല്ലാവരും കൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോമഡികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. അതാണിത് കേട്ടോ.